സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. പ്രിയരെ, ഈ വീഡിയോയിൽ ഉപ്പിനെക്കുറിച്ച് അല്പം കൂടി ഒന്ന് വിശദീകരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉപ്പില്ലാതെ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, മധുരം നമുക്ക് പ്രിയവുമാണ്. ഉപ്പ് നമ്മുടെ ശരീരത്തിൽ ലയിച്ചു ചേർന്ന ഒരു വസ്തു ആയതുകൊണ്ട്, കാരണം കടലിൽ നിന്നും നമ്മൾ ഉയർത്തു വന്നതുകൊണ്ട് തന്നെ മനുഷ്യരെ ഇറക്കിക്കളഞ്ഞു ദൈവമെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു. പ്രിയപ്പെട്ടവർ, മധുരം നമുക്ക് പ്രിയമായത് നിത്യാനന്ദമായ സ്വർഗത്തിൽ നിന്നും നമ്മൾ ഈ ഭൂമിയിൽ വന്നു ചേർന്നതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, യേശുനാഥൻ പറയുന്നു, നിങ്ങൾ താഴെ നിന്നുള്ളവർ കടലിൽ നിന്ന് തന്നെ, ഞാനോ മുകളിൽ നിന്നുള്ളത് പരംപിതാവാം യേശുനാഥൻ തന്നെ, ദൈവമയച്ച യേശുനാഥൻ. തോത്രം, 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 തോത്രം. പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോത്രം. എന്നാൽ വിശുദ്ധ വേദ പുസ്തകമായ ബൈബിളിൽ പരംതാതൻ ദൈവമക്കളായ നമ്മളെ ചുരുക്കത്തിൽ അവിടുത്തെ ഉൽപ്പത്തി വിവരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ശാസ്ത്രത്തിന് കണ്ടുപിടുത്തങ്ങളെല്ലാം വിട്ടുകൊടുത്ത് ക്ലേശിപ്പിക്കാൻ അവരെ പരംതാതൻ നിയമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ശാസ്ത്രം മതത്തോട് തർക്കിക്കാൻ വരുമ്പോൾ ചിലരെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ. ബൈബിളിൽ തന്നെ, വിശുദ്ധ വേദ പുസ്തകത്തിൽ തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. നാം ഉപ്പുള്ളവരും ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് അവിടുന്ന് പറയുന്നു പ്രിയരെ. ഉപ്പില്ലാത്ത ഭക്ഷണം രുചി നൽകാത്തതുപോലെ പ്രിയരെ, ദൈവമക്കളായ നമ്മൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് നന്മയിൽ നിറഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്ന് ചെല്ലാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരമില്ലാത്ത ഉപ്പ് പോലെ വലിച്ചെറിയപ്പെടേണ്ട വസ്തുവായി തീരും പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ മന്ത്രിമാരെക്കുറിച്ച് പെൻഷൻ കിട്ടാത്തതിൽ, സൗകര്യങ്ങൾ തരാത്തതിൽ കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. യുദ്ധങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യുദ്ധക്കെടുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. പ്രകൃതിക്ക് ക്ഷോഭങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. യേശുവിൻ നാമത്തിൽ ശുദ്ധീകരിച്ച നിത്യജീവനിലേക്ക് കടന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടു മക്കളെ. പരന്താതൻ നമ്മെ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ.